നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശുദ്ധ ജീവിതത്തിന്റെ ആത്മീയ വെളിച്ചം ബാക്കി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ഓർമ്മയാകുന്നത് മാനവികതയുടെ വലിയ മാതൃക തീർത്ത സഭയ്ക്ക് അകത്തും പുറത്തും നവീകരണത്തിന്റെ പുതുപാത തുറന്ന വലിയ ഇടയൻ. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും ക്ഷേത്രത്തിലെത്തിയ സംഘത്തിലെ 2 പേരും ഉൾപ്പെട്ട കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കല്യാണ മണ്ഡപത്തിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. 2 പേർ സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ദേവസ്വം. സംഭവം പോലീസ് അന്വേഷിക്കും. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ലഹരിക്കടിമപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഭവത്തിൽ 3 പേർക്ക് പരിക്ക്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. വയലിൻ തന്ത്രികളിൽ സംഗീത പെരുമഴ പെയ്യിക്കുന്ന കൌമാര കലാപ്രതിഭ ഗംഗാ ശശീന്ദ്രന്റെ വയലിൻ ഫ്യൂഷൻ ചൊവ്വാഴ്ച. ജീവിതമാണ് ലഹരി, സ്നേഹമാണ് പരിഹാരം എന്ന സന്ദേശവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി CCTVയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മഹാകുടുംബസംഗമത്തിനായി ഒരുക്കം പൂർത്തിയായി. സംഗീത വിരുന്ന് CCTVയിലൂടെയും ജില്ലാ വ്യാപകമായി TCV ഉത്സവ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്തകൾ വിശദമായി. നല്ല ഇടയന് വിട. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ 7:35 മാർപ്പാപ്പയുടെ വിയോഗമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ന്യൂമോണിയ ബാധിതനായി ഗുരുതരാവസ്ഥയിൽ 38 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം മാർച്ച് 23 അദ്ദേഹം തിരിച്ചെത്തിയത്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ 2013 മാർച്ച് 13 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് ബിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം. ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു. 731-741 കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമന് ശേഷം യൂറോപ്പിന് പുറത്തുനിന്നുള്ള മാർപ്പാപ്പയും അദ്ദേഹമാണ്. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു. Le guerre fanno questo, ma qui siamo andati oltre le guerre. Questo non è guerra già, questo è terrorismo. ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു. അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു. ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കും എതിരെ അച്ചടക്ക നടപടിയെടുത്തു. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്തു. വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തു. 1936 ഡിസംബർ 17 അർജന്റീനയിൽ ബ്യൂണസ് ഐറിസിൽ ജനിച്ച ജോർജ് മാരിയോ ബർഗോളിയോയുടെ പിതാവ് ഇറ്റലിക്കാരനായിരുന്നു. മുസോളിനിയുടെ ഭരണകൂടത്തെ ഭയന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹം. അവിടെ റെയിൽവേ ജീവനക്കാരനായി. അദ്ദേഹത്തിന്റെ 5 മക്കളിൽ ഒരാളാണ് ജോർജ് മാരിയോ. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബർഗോളിയോ 1969 ഡിസംബർ 13 ജെസ്യൂട്ട് വൈദികനായി. 1998 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി. ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു. ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു യാത്ര. 2001 കർദിനാളായി. വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുരിയായുടെ വിവിധ ഭരണ പദവികളിൽ സേവനമനുഷ്ഠിച്ചു.
2005 അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി. 2013 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം. താഴ്മയുടെയും വിനയത്തിന്റെയും സന്ദേശം ജീവിതത്തിലൂടെ വരച്ചു കാണിച്ച മാനവികതയുടെ സ്നേഹപ്രവാചകന് CCTVയുടെ ഹൃദയാഞ്ജലികൾ. കരുണയുടെയും ലാളിത്യത്തിന്റെയും മുഖമാണ് മാർപ്പാപ്പയുടേതെന്ന് പാലയൂർ മാർത്തോമാ തീർത്ഥകേന്ദ്രം റെക്ടറും ആർച്ച് പ്രീസ്റ്റുമായ ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ പറഞ്ഞു. കരുണയുടെ മുഖം, ലാളിത്യത്തിന്റെ മുഖം, ഇത് രണ്ടുമാണ് പരിശുദ്ധ പിതാവ് ഈ ലോകത്തിന് സമ്മാനിച്ചത്. ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധ പിതാവ് ലോകത്തിന് നൽകിയ സന്ദേശവും സമാധാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ മനഃശാന്തിയുടെയുമായിരുന്നു. പരിശുദ്ധ പിതാവിന് ഇന്ത്യ സന്ദർശിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് പല പ്രാവശ്യം മറ്റുള്ളവരോട് അത് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യാശയുടെ ചിറക് വിരിച്ചാണ് മാർപ്പാപ്പ നിത്യതയിൽ പ്രവേശിച്ചതെന്ന് ഫാദർ ഡേവിസ് ചിറമൽ. താഴ്മയുടെ, നിഷ്കളങ്കതയുടെ, വിനയത്തിന്റെ, എളിമയുടെ പ്രവാചകനായിരുന്നു ആ മഹാ ഇടയനെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അടുത്ത സമയത്ത് മാർപ്പാപ്പയെ നേരിൽ കണ്ടതിന്റെ അനുഭവങ്ങളും ഫാദർ ഡേവിസ് ചിറമൽ CCTVയോട് പങ്കുവച്ചു. ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ക്രിസ്തുവിനെ നേടിയെടുക്കാൻ പരിശ്രമിച്ച മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൈവ കരുണയുടെയും ഒരു പ്രവാചകനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മാസങ്ങൾക്ക് മുൻപ് റോമിൽ വെച്ച് മാർപ്പാപ്പയെ കണ്ടുമുട്ടിയ ആ അനുഭവം നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. കാരണം അത്രയും നിഷ്കളങ്കതയുടെ, അത്രയും താഴ്മയുടെ, വിനയത്തിൻ്റെ, എളിമയുടെ ഒരു പ്രവാചകൻ. ലോകത്തിലെ സർവ്വ നേതാക്കന്മാരെക്കാൾ ഇത്രമാത്രം വിനയത്തിൻ്റെയും മാനവികതയുടെയും ആഴമുള്ള ദൈവസ്നേഹത്തിൻ്റെയും ഒരു ആൾരൂപം. പരിശുദ്ധ പിതാവിൻ്റെ ഈ ദേഹവിയോഗം ലോകം മുഴുവനും വളരെ വേദനയോടുകൂടിയാണ് ഓർക്കുക. പക്ഷേ മാർപ്പാപ്പ പ്രത്യാശയുടെ ചിറകും വെച്ചാണ് സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളത്. മാർപ്പാപ്പ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. അത്രമാത്രം ജീവിതത്തിൻ്റെ സ്വർഗീയത കണ്ടെത്തിയ ഒരു മഹാവിശുദ്ധനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ ദേഹവിയോഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് ശാന്തി പകർന്ന ആ ശാന്തി ദൂതന് നിത്യ സമ്മാനം നൽകണേ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖസൂചകമായി പള്ളികളിലും സ്ഥാപനങ്ങളിലും കറുത്ത കൊടി ഉയർത്തുന്നതിനും ഔദ്യോഗിക ദുഃഖാചരണം നടത്തുന്നതിനും തൃശൂർ അതിരൂപത വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ പള്ളികളിൽ നടക്കുന്ന ദിവ്യബലിയെ തുടർന്ന് ഒപ്പീസ് ചൊല്ലി പ്രത്യേക പ്രാർത്ഥന നടത്തും. മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയെക്കുറിച്ചും അതിരൂപത തലത്തിലുള്ള അനുശോചന പരിപാടിയെ സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കും. സംസ്കാര ശുശ്രൂഷ നടക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ആഘോഷ പരിപാടികൾ ഒഴിവാക്കേണ്ടതാണെന്ന്, പ്രധാന തിരുനാളുകൾ ബാഹ്യമായ ആഘോഷങ്ങൾ ഒഴിവാക്കി ആത്മീയ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ പുനർക്രമീകരിക്കണമെന്നും അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും ക്ഷേത്രത്തിലെത്തിയ സംഘത്തിലെ 2 പേരും ഉൾപ്പെട്ട കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കല്യാണ മണ്ഡപത്തിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരായ സന്തോഷ്, സുഭാഷ്, ബാബു എന്നിവരും മറ്റ് 2 പേരുമാണ് ദൃശ്യത്തിലുള്ളത്. സംഭവത്തെക്കുറിച്ച് ദേവസ്വം നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലൂടെ വധൂവരന്മാരെ കടത്തിവിടുന്ന വഴിയിലൂടെ മറ്റു ചിലർ കടക്കുന്നത് സെക്യൂരിറ്റിക്കാർ തടഞ്ഞു. ഇതിനെ എതിർത്ത 2 പേർ സെക്യൂരിറ്റിക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് എന്നാണ് വിശദീകരണം. സംഭവത്തെക്കുറിച്ച് സെക്യൂരിറ്റിക്കാർ റിപ്പോർട്ട് ചെയ്തതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു. ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറുമെന്നും അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരുടെ പരാതി ലഭിച്ചതായി ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. അജയകുമാർ പറഞ്ഞു. ഹൈക്കോടതി വീഡിയോഗ്രാഫി നിരോധിച്ച സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.
പുതുശ്ശേരിയിൽ ലഹരിക്കടിമപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഭവത്തിൽ 3 പേർക്ക് പരിക്ക്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 10ഓളം പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ താമസിക്കുന്ന ഒറീസ സ്വദേശികളും ബംഗാൾ സ്വദേശികളുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. ഇരുവിഭാഗവും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഈസ്റ്റർ അവധിയായതിനാൽ ബംഗാൾ സ്വദേശികൾ സുഹൃത്തുക്കളുമായി താമസ സ്ഥലത്തെത്തി ഒറീസ സ്വദേശികളെ ആക്രമിച്ചതായി പറയുന്നു. സംഘർഷം അതിരുകടന്നതോടെ പ്രദേശവാസികൾ കുന്നംകുളം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കൊമ്പൻ കരുവന്തല ഗണപതി ചെരിഞ്ഞു. കരുവന്തല ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവത്തിലെ എഴുന്നള്ളിപ്പിൽ നിറസാന്നിധ്യമായിരുന്ന ആനപ്രേമികളുടെ മനം കവർന്ന കൊമ്പനാണ് തിങ്കളാഴ്ച രാവിലെ ചെരിഞ്ഞത്. ഉദരസംബന്ധമായ അസുഖവും വിറയലും ഉണ്ടായതിനെ തുടർന്ന് ചികിത്സ നടന്നുവരുന്നതിനിടെയായിരുന്നു ആനയുടെ വിയോഗം. കഴിഞ്ഞ വിഷു വരെയുള്ള ദിവസങ്ങളിൽ കൊമ്പൻ ഉത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു. 2012-ൽ ഒറ്റപ്പാലത്ത് നിന്നാണ് ആനയെ കരുവന്തല ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത്. ആന ചെരിഞ്ഞ വിവരം അറിയിച്ചതിനെ തുടർന്ന് സോഷ്യൽ ഫോറസ്റ്റ്, തൃശൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തുടർന്ന് മലയാറ്റൂരിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തി. 26 വയസ്സുള്ള കരുവന്തല ഗണപതിക്ക് ധാരാളം ആരാധകരുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട കൊമ്പനെ അവസാനമായി നേരിൽ കാണാൻ നിരവധി ആനപ്രേമികളാണ് കരുവന്തല ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. BJP തൃശൂർ നോർത്ത് ജില്ല സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ കുന്നംകുളത്ത് ചൊവ്വാഴ്ച നടക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 3:30-ന് കുന്നംകുളം ലോട്ടസ് പാലസിലാണ് കൺവെൻഷൻ. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പാർട്ടി സജീവ അംഗത്വമുള്ളവർ, പഞ്ചായത്ത് സെക്രട്ടറി തലം മുതൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്നവർ, ദേശീയ ജനാധിപത്യ സഖ്യം നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവരാണ് കൺവെൻഷനിൽ പങ്കെടുക്കുക. വികസിത കേരളം കൺവെൻഷനിൽ BJPയുടെ മിഷൻ 2025 സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിക്കും. BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ ജില്ലാതല പര്യടനമാണിത്. ഉച്ചയ്ക്ക് 2 മണിക്ക് വീരബലിദാനി പെരിയമ്പലം മണികണ്ഠന്റെ വസതി, TP വിനോദിനിയമ്മ എന്നിവരുടെ വീടുകൾ സന്ദർശിക്കും. വികസിത കേരളം സമ്മേളനത്തിനു ശേഷം ജില്ലാ നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ്, വിപിൻ കൂടിയേടത്ത്, KS രാജേഷ്, നേതാക്കളായ രേഷ്മ സനിൽ, ഷിനി സുനിലൻ, PJ ജെബിൻ തുടങ്ങിയവർ അറിയിച്ചു. 11 വയസ്സുകാരനെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ കേസിൽ 59കാരൻ അറസ്റ്റിൽ. പുന്നേർകുളം ചമ്മന്നൂർ പൊന്നമ്പത്തേയിൽ മൊയ്തുട്ടി എന്ന മോനുട്ടിയെയാണ് വടക്കേക്കാട് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചരിത്ര സ്മരണകളോടെ പാട്ടബാക്കി നാടകം മെയ് 18-ന് വീണ്ടും അരങ്ങിലെത്തും. വടക്കേക്കാട് കൊടമന നാരായണൻ നായർ സ്മാരക വായനശാലയിൽ നടക്കുന്ന പരിശീലന ക്യാമ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശിച്ചു. കെ. ദാമോദരൻ രചിച്ച കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി നാടകത്തിന്റെ പരിശീലനം സജീവമായി നടന്നുവരികയാണ്. CPI ജന്മശതാബ്ദി ആഘോഷ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് കൊടമന നാരായണൻ നായർ സ്മാരക വായനശാലയിൽ നടത്തുന്ന റിഹേഴ്സൽ ക്യാമ്പിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശനം നടത്തിയത്. പുസ്തകവും പേനയും നൽകിയാണ് സംസ്ഥാന സെക്രട്ടറിയെ ക്യാമ്പംഗങ്ങൾ സ്വീകരിച്ചത്. കേരളീയ നാടകകലാ സങ്കേതത്തെയും സാമൂഹിക ചരിത്രത്തെയും മാറ്റിയെഴുതിയ ഒരു മഹാനായ വിപ്ലവകാരിയായിരുന്നു കെ. ദാമോദരനെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. തുടർന്ന് നാടകം രചിക്കാനുണ്ടായ സന്ദർഭത്തെക്കുറിച്ചും ആ നാടകം അക്കാലത്തുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചും CPI സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചു. ഒരു കാലത്ത് കർഷകരാകെ ജന്മത്വത്തിൻ്റെ ചോട്ടറിയിൽപ്പെടുത്താമെന്ന കാലത്ത് അവരുടെ മേൽ മുഖം വെച്ച് കെട്ടിയ ചൂഷക വാഴ്ചക്കെതിരായി കർഷകരെ സംഘടിപ്പിക്കാൻ കർഷക പ്രസ്ഥാനം സടകുടഞ്ഞെഴുന്നേറ്റ കാലത്ത് ആ മുന്നേറ്റങ്ങൾക്ക് ആക്കം പകർന്നു ഈ നാടകം. ഇന്ത്യപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി വർഷത്തിൽ അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ പാർട്ടി നടത്തുന്ന വലിയ സമ്മേളനത്തിൽ നാം വീണ്ടും പാട്ടബാക്കിയെ
അത് കത്തിക്കത്തിരിച്ച് വിളിക്കുകയാണ്. നാടകത്തിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ആശംസ നേരുകയും തുടർന്ന് നാടക റിഹേഴ്സൽ കാണുകയും ചെയ്തു. CPIയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നാടകം അരങ്ങേറുക. 1937 കർഷക സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നതിനാണ് കെ ദാമോദരൻ പാട്ടബാക്കി നാടകം എഴുതുന്നത്. നാടകം ആദ്യം അവതരിപ്പിക്കുന്നത് വയലത്തൂർ കൂട്ടാടൻ പാടത്ത് വെച്ചാണ്. ഇപ്പോൾ നാടകം പിറവിക്കൊണ്ട വയലത്തൂരിൽ വീണ്ടും തിരിച്ചെത്തുകയാണ് നാടകം. ആദ്യ അവതരണത്തിന്റെ 88ാം വർഷത്തിലാണ് പ്രമുഖ നാടക പ്രവർത്തകൻ ബാബു വയലത്തൂരിന്റെ സംവിധാനത്തിൽ നാടകം വീണ്ടും അരങ്ങിലെത്തുന്നത്. ഇത് നമ്മുടെ എല്ലാം ജീവിതം കർഷക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വയലത്തൂർ കുട്ടാടമ്പാടത്ത് വെച്ച് ഒരു നാടകം അവതരിപ്പിക്കുന്നത്. പാട്ടബാക്കി എന്നാണ് ആ നാടകത്തിന്റെ പേര്. പരിസര പ്രദേശങ്ങളിലെ തൊഴിലാളികളും നാടക പ്രവർത്തകരുമാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ, ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, സ്വാഗത സംഘം ചെയർമാൻ പ്രേംരാജ് ചൂണ്ടലാത്ത്, പാർട്ടി നേതാക്കളായ KK ജ്യോതിരാജ്, VM മനോജ്, T ഭാസ്കരൻ, ജിതേഷ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. പ്രദേശത്തു നിന്നു ശേഖരിച്ച കപ്പയും കാന്താരിമുളക് ചമ്മന്തിയും കട്ടൻ ചായയും കലാപ്രവർത്തകർക്കൊപ്പം കഴിച്ചാണ് ബിനോയ് വിശ്വം മടങ്ങിയത്. കൊടമന സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ മെയ് 18-നാണ് നാടകാവതരണം. സംസ്ഥാന പാതയിൽ പാറേമ്പാടത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഒടുവിൽ നടപടി. കുന്നംകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ പഴഞ്ഞി വഴി തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. വാഹനങ്ങൾ പോർക്കുളം, ജെറൂസലേം, കോട്ടൂൽ വഴി അക്കിക്കാവിൽ എത്തിച്ചേരും. അക്കിക്കാവ് മുതൽ കമ്പിപ്പാലം വരെയുള്ള ഭാഗത്താണ് ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പൈപ്പുകൾ മാറ്റുന്നത്. റോഡിന്റെ ഒരു വശം പൊളിച്ചതോടെ പാറേമ്പാടത്ത് വൻ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിരുന്നു. പലപ്പോഴും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ് വാഹനക്കുരുക്ക് മാറ്റാൻ മുന്നിട്ടിറങ്ങുന്നത്. പഴഞ്ഞി വഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് തർക്കങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. കരാറുകാരുടെ തൊഴിലാളികളാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനുള്ളത്. ഇത് പലപ്പോഴും തർക്കത്തിനിടയാക്കാറുണ്ട്. പഴഞ്ഞി വഴി വളഞ്ഞു പോകുന്നതിന്റെ സമയനഷ്ടം ഒഴിവാക്കാൻ സ്വകാര്യ ബസ്സുകൾ അമിത വേഗത്തിൽ ഓടിക്കുന്നത് പലപ്പോഴും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. വയലിൻ തന്ത്രികളിൽ സംഗീത പെരുമഴ പെയ്യിക്കുന്ന കൗമാര കലാപ്രതിഭ ഗംഗാ ശശീന്ദ്രന്റെ വയലിൻ ഫ്യൂഷൻ ചൊവ്വാഴ്ച. ജീവിതമാണ് ലഹരി, സ്നേഹമാണ് പരിഹാരം എന്ന സന്ദേശവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മഹാകുടുംബ സംഗമത്തിലാണ് തന്റെ മാസ്മരിക പ്രകടനം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ഗംഗാ ശശീന്ദ്രൻ വരദാനമായി ലഭിച്ച സിദ്ധിയിൽ നിന്ന് ആർജിച്ച കലാപ്രകടനം നടത്തുന്നത്. രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിൽ ഉച്ചതിരിഞ്ഞ് 4 മണി മുതൽ ആരംഭിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി MP നിർവഹിക്കും. സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന മയക്കുമരുന്ന് ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിന്റെ മീഡിയ പാർട്ണർ CCTV-യാണ്. മഹാകുടുംബ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ, സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ, ട്രഷറർ സക്കറിയ ചീരൻ, മറ്റ് ഭാരവാഹികളായ ജിനേഷ് തെക്കേക്കര, സിംല ഹസൻ, EMK ജിഷാർ, KV സാംസൺ തുടങ്ങിയവർ അറിയിച്ചു. നമസ്കാരം, ഞാൻ ഗംഗാ ശശിധരൻ. നമ്മുടെ നാട് മുഴുവനും അപകടകരമായ ലഹരി എന്ന വിപത്തിനെതിരെ ഒന്നിച്ചു പോരാടുകയാണ്. ആ ദൗത്യത്തിൽ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന സംഗീത ലഹരിയിൽ ഞാനും പങ്കാളിയാവുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 22 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ സംഗീത ലഹരിയാക്കിക്കൊണ്ട് നമുക്കൊന്നു ചേരാം. ഏറെ ബഹുമാന്യനായ, നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി MP സാറും നമ്മളോടൊപ്പം പരിപാടിയിൽ പങ്കുചേരുകയാണ്. പരിപാടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. തയ്യൂർ സ്വദേശിയായ ബസ് ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. പട്ടിയാത്ത് വീട്ടിൽ വിജയന്റെ മകൻ ജിത്തു എന്ന് വിളിക്കുന്ന വിവേകാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. മസ്തിഷ്കാഘാതമാണ് മരണകാരണമെന്ന് കരുതുന്നു. കുന്നംകുളം തൃശൂർ മെഡിക്കൽ കോളേജ് വഴി പോകുന്ന MKK ബസ്സിലെ ഡ്രൈവറാണ് ജിത്തു. രാവിലെ ഗുരുവായൂരിൽ നിന്ന് ബസ് ഓടിച്ച് തൃശൂരിലെത്തിയപ്പോൾ ശക്തമായ തലവേദന അനുഭവപ്പെടുകയും തുടർന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തെങ്കിലും മരണം സംഭവിച്ചു. അവിവാഹിതനാണ്. ഷീജ മാതാവും വർഷ സഹോദരിയുമാണ്.
പഴവൂർ പാലത്തിനടിയിൽ എരുമപ്പെട്ടി സ്വദേശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തേരി ഉമിക്കുന്ന് നഗറിൽ തേരിൽ വീട്ടിൽ 62 വയസ്സുള്ള ശിവദാസനാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് സംഭവം. ശിവദാസനെ രാവിലെ മുതൽ കാണാനില്ലായിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി. ഇതിനിടയിൽ വാർഡ് മെമ്പർ ഇയാളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ പഴവൂർ പാലത്തിനടുത്തുണ്ടെന്ന് അറിയിച്ചു. ബന്ധുക്കളും നാട്ടുകാരും ചെന്ന് നോക്കിയപ്പോൾ സമീപമുള്ള പാലത്തിന്റെ കൈവരിയിൽ ഷാളിൽ തൂങ്ങിയ നിലയിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ ജീവൻ ഉണ്ടാകുമെന്ന് കരുതി പാലത്തിന് മുകളിലേക്ക് വലിച്ചുകയറ്റി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. മരിച്ചയാളുടെ സൈക്കിളും പാലത്തിനടുത്തുണ്ടായിരുന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരും പബ്ലിക്കേഷൻ രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്നവരും ചേർന്ന് സീനിയർ എഡിറ്റേഴ്സ് ഫോറം കുന്നംകുളം എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചു. അച്ചടിയുടെയും സാംസ്കാരിക സമ്പന്നതയുടെയും പ്രൗഢ പാരമ്പര്യമുള്ള കുന്നംകുളത്ത് സമൂഹത്തിനാകെ നന്മ ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കൽ, നവമാധ്യമ രംഗത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി എഴുത്ത് പ്രോത്സാഹിപ്പിക്കൽ, വിവിധ ക്ലാസുകൾ, വിവിധ കൂട്ടായ്മകളുമായി ചേർന്ന് കലാസാംസ്കാരിക പ്രവർത്തനം തുടങ്ങിയവയും കൂട്ടായ്മ ലക്ഷ്യമിടുന്നുണ്ട്. ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സീനിയർ എഡിറ്റേഴ്സ് ഫോറിന്റെ ലോഗോ മാധ്യമപ്രവർത്തകനും സിനിമാ രംഗത്തെ ബഹുമുഖ പ്രതിഭയുമായ രഞ്ജി പണിക്കരാണ് പ്രകാശനം ചെയ്തത്. പ്രശസ്ത ക്രിയേറ്റീവ് ഡിസൈനർ ഷിഹാബുദ്ദീൻ ഹംസയാണ് ലോഗോ തയ്യാറാക്കിയത്. വാർത്താസമ്മേളനത്തിൽ കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി ഗിരീഷ് കുമാർ, എം ബിജുപാൽ, ജയപ്രകാശ് ഇലവന്ത്ര എന്നിവർ പങ്കെടുത്തു. പുനേർകുളം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ UDF മെമ്പർമാർ തടഞ്ഞുവെച്ചു. നിർമ്മാണ പ്രവൃത്തികൾ സമയാധിഷ്ഠിതമായി നടക്കാത്തത് സംബന്ധിച്ചായിരുന്നു പ്രതിഷേധം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം തയ്യാറാക്കിയ 101 പദ്ധതികളിൽ 50ഓളം പദ്ധതികൾ നടപ്പായില്ല. എസ്റ്റിമേറ്റ് തയ്യാറാക്കാതെയും ടെൻഡർ നടപടി പൂർത്തിയാക്കാതെയും ടെൻഡറായതിൽ പണി നടത്താതെയും പദ്ധതികൾ പാഴായി. അധികവും റോഡ് നിർമ്മാണങ്ങളാണ്. മഴ പെയ്താൽ ഇത്തരത്തിലുള്ള പണി നടത്താൻ കഴിയില്ല. പദ്ധതി നടപ്പിലാക്കാത്തതിനാൽ അടുത്ത വർഷ വിഹിതത്തിൽ ഈ തുക കുറവ് വരുമെന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. പദ്ധതി നടപ്പാക്കാൻ പഞ്ചായത്ത് താൽപ്പര്യമെടുക്കാത്തതിനാലാണ് സമരമെന്ന് UDF മെമ്പർമാരായ KH ആബിദ്, A അബുതാഹിർ, സജിത, ദേവകി, ഷാനിബ എന്നിവർ പറഞ്ഞു. അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധിക്കേണ്ട 30ഓളം കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. മാർച്ചിനു ശേഷം നോക്കാമെന്ന് പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ല. ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജാതയോട് ചോദിച്ചപ്പോഴാണ് നിസ്സംഗമായ മറുപടി ഉണ്ടായതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഓവർസിയർമാർ ഇല്ലാത്തതാണ് പദ്ധതികൾ താളം തെറ്റാൻ കാരണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സനിൽകുമാർ സ്ഥലത്തെത്തി മെമ്പർമാരുമായി സംസാരിച്ച ശേഷമാണ് 3.5 മണിക്കൂർ നേരത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആഴ്ചയിൽ 2 ദിവസത്തേക്ക് ഓവർസിയറെ താൽക്കാലികമായി നിയമിച്ചതായി MV സനിൽകുമാർ പറഞ്ഞു. നിർമ്മാണങ്ങൾ ഉടൻ തുടങ്ങും. അടുത്ത ദിവസം കരാറുകാരുടെ യോഗം വിളിക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു. വളരെ മോശമായ രീതിയിലാണ് ഉള്ളത്. ഇതിൽ പഞ്ചായത്ത് ഫണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. എയുടെ ഓഫീസിൽ നിന്ന് വളരെ മോശമായ രീതിയിലാണ് മെമ്പർമാരോട് പെരുമാറിയത്. ഓഫീസിൽ ഓവർസറി ഇല്ല, അതുപോലെ തന്നെ ക്ലർക്കില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് പല പദ്ധതികളും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. നാട്ടുകാരുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളുടെയും സമ്മർദ്ദവും, അതുപോലെ തന്നെ മഴ വരാൻ പോവുകയാണ്. മഴ പെയ്തിട്ട് വളരെ മോശമായി കൊണ്ടിരിക്കുന്ന റോഡുകൾ നല്ല രീതിയിലാക്കുന്നതിന് പദ്ധതി വെച്ച റോഡുകൾ എത്രയും പെട്ടെന്ന് അഗ്രിമെൻ്റ് വെച്ച് പൂർത്തീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഓഫീസിൽ ഞങ്ങൾ UDFൻ്റെ 5 മെമ്പർമാരും ഇരിക്കുകയും എയോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുക എന്നത് ഒരു കാലത്തും വെച്ച് പൊറുപ്പിക്കുന്ന കാര്യമല്ലെന്ന് ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി VH അലിയാർ ഖാസിമി. ഭരണഘടനാ വിരുദ്ധ വഖഫ് നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ പൊതുയോഗം അണ്ടത്തോട് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്നലാംകുന്ന് ബദർപള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുയോഗത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ AM അലാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അണ്ടത്തോട് മഹല്ല് പ്രസിഡന്റ് VK മുഹമ്മദ്, ഹിറ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ സമദ് അണ്ടത്തോട്, മന്നലാംകുന്ന് മഹല്ല് ജനറൽ സെക്രട്ടറി MK അബൂബക്കർ, ഉരുളുമൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അബു കടിക്കാട്, താഹ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഹംസ അംബാല, അകലാട് മൊഹിയുദ്ദീൻ മസ്ജിദ് ഷംസുദ്ദീൻ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു രാഷ്ട്രചേതന, ഒരു സാമൂഹിക മനഃശാസ്ത്രം നമ്മുടെ രാജ്യം എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് നാം അഭിമാനിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം നമുക്ക് നേടിത്തന്നതാണ്. ഇന്ത്യ രാജ്യം ഭരിച്ച ഭരണകർത്താക്കൾ മതമേതായിക്കൊള്ളട്ടെ, അവരെല്ലാം ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് ഭരണം നടത്തിയത്.
അങ്ങനെ ഇന്ത്യയെ നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു ഭരണത്തിനല്ലാതെ സാധ്യമാവുകയില്ല എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ ആഗമനവും അവരുടെ അധികാരം ഉറപ്പിക്കാൻ ഇവിടുത്തെ ഭിന്ന ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മൾ പറയുന്നതല്ല. വിജ്ഞാന കേരളം തൊഴിൽമേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി അഭിമുഖ പരിശീലനം സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പരിശീലനത്തിന് വിജ്ഞാന കേരളം കോർഡിനേറ്റർ മിഥില നേതൃത്വം നൽകി. ഏപ്രിൽ 26-നാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന മേളയിൽ വിവിധ മേഖലകളിൽ നിന്നായി 200-ലധികം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. അക്കിക്കാവ് അഗതിയൂർ ചേനപുരം ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീശുഖമണ്ഡലി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഏപ്രിൽ 23-ന് തുടക്കമാകും. തുടർച്ചയായി 10ാമത്തെ വർഷമാണ് പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നത്. 23-ന് വൈകിട്ട് 4:30-ന് യജ്ഞാചാര്യൻ ദേശമംഗലം ഓങ്കാരാശ്രമ മഠാധിപതി നിഗമാനന്ദ തീർത്ഥപാദരെ പൂർണ്ണകുംഭം നൽകി യജ്ഞവേദിയിലേക്ക് ആനയിക്കും. തുടർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ആചാര്യവർണ്ണത്തോടെ നിഗമാനന്ദ തീർത്ഥപാദർ ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണം നടത്തും. അന്നേ ദിവസം കലവറ നിറയ്ക്കലും ഉണ്ടാകും. മെയ് 1-നാണ് പ്രതിഷ്ഠാ ദിനം. അന്നേ ദിവസം ക്ഷേത്രത്തിൽ രാവിലെ തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും 10:30-ന് കലാമണ്ഡലം കുട്ടിനാരായണന്റെ പ്രമാണിത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടാകും. വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും. 24 മുതൽ മെയ് 1 വരെ 3 നേരവും ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. കൈക്കോർക്കാം ലഹരിക്കെതിരെ. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി CPIM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ കലാജാഥയ്ക്ക് തിപ്പിലശ്ശേരിയിൽ തുടക്കമായി. മെയ് 4-ന് ജില്ലാ അതിർത്തി മുതൽ അക്കിക്കാവ് വരെ 5000 പേരെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം പഞ്ചായത്തിലെ 30 കേന്ദ്രങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി ഒല്ലൂർ സ്വദേശി PV പൌലോസ് അവതരിപ്പിക്കുന്ന ലഹരി ഉപയോഗം കൊണ്ടുണ്ടാകുന്ന വിപത്തുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏകാംഗ നാടകമാണ് കലാജാഥയിലെ പ്രധാന ഇനം. തിപ്പിലശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച ലഹരിവിരുദ്ധ കലാജാഥ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം MN മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാരിക, പഞ്ചായത്ത് അംഗം ഘോഷ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഫുട്ബോൾ മത്സരം സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ CR7 മരത്തംകോട് വിജയികളായി. വിജയികൾക്കുള്ള സമ്മാനദാനം കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ് നിർവഹിച്ചു. സബ് കമ്മിറ്റി ചെയർമാൻ KA ഫരീദ് അലി, മേജർ KP ജോസഫ്, കൺവീനർ അക്ബർ അലി, ഇടം സെക്രട്ടറി KP ജയൻ, K. വിജയൻ മാസ്റ്റർ, KR രാധിക, ഉഷാദേവി എന്നിവർ പങ്കെടുത്തു. നാളത്തെ കേരളം ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യവുമായി വടക്കേക്കാട് കോട്ടോൾ ഗ്രാമീണ വായനശാല ലഹരി വിരുദ്ധ സദസ്സ് നടത്തി. ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ KT ഷാജൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് സുമിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സുബ്രഹ്മണ്യൻ, ഷെഫീഖ്, ഭഗത് സിംഗ്, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിൽ വർഷങ്ങളായി ജോലിയെടുക്കുന്ന താൽക്കാലിക ജീവനക്കാർ ജീവിതം പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഗുരുവായൂർ ദേവസ്വത്തിലെ AITUC യൂണിയൻ നിവേദനം നൽകി. 25 വർഷമായി താൽക്കാലിക ജോലിയുള്ള 100-ലധികം തൊഴിലാളികൾ ജീവിതം വഴിമുട്ടുന്ന നിലയിലാണ് നിലവിലുള്ളതെന്നും കോടതി വിധികളാണ് ഇതിന് കാരണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടുതന്നെ സർക്കാർ തലത്തിൽ താൽക്കാലിക ജീവനക്കാരുടെ കാര്യത്തിൽ അനുകൂല നിലപാട് ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. പുന്നേർകുളം കോറോത്തയിൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിസ്തുലമായ സേവനത്തിന് ശേഷം പിരിഞ്ഞുപോകുന്ന മഹല്ല് ഖത്തീബിനും അൽഹംദുലില്ല മദ്രസയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ഉസ്താദിനും യാത്രയപ്പും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. അൽഹംദുലില്ല മദ്രസയിൽ നടത്തിയ ചടങ്ങ് രക്ഷാധികാരി കുന്നംകാട്ടയിൽ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് മുത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. നിയുക്ത ഖത്തീബ് ജുനൈദ് സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർച്ചയായ 16 വർഷത്തെ സേവനത്തിന് ശേഷമാണ് മുഹമ്മദ് കുട്ടി ഭാഗവി മഹലിന്റെ കാർമ്മികത്വത്തിൽ നിന്ന് പിരിഞ്ഞുപോകുന്നത്. മഹലിൽ നിന്ന് സമാഹരിച്ച സ്നേഹോപഹാര ഫണ്ടും ആദരിക്കലിന്റെ ഭാഗമായി മൊമന്റോയും നൽകി. ഇതോടൊപ്പം
അൽഹംദുലില്ല മദ്രസയിൽ സേവനം ചെയ്തിരുന്ന സാദിഖ് അലി ഉസ്താദ് ജോലി ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോകുന്നതിന്റെ ഭാഗമായി യാത്രയപ്പും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സെക്രട്ടറി അഷ്റഫ് ഹാജി സ്വാഗതവും ഉമ്മർ ഹാജി നന്ദിയും പറഞ്ഞു. ഷംസു പുന്നൂക്കാവ്, മുസ്തഫ, ജലീൽ, ഖാദർ, ഇബ്രാഹിം കുട്ടി, മനാഫ്, മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ 60ാം ഓർമ്മ പെരുന്നാളിന് കൊടികയറി. ഫാദർ ഗീവർഗീസ് ജോൺസൺ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 27-28 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ശുശ്രൂഷകൾക്ക് പാമ്പാടി ദയറ മാനേജർ ഫാദർ മാത്യു എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 27 ഞായറാഴ്ച വൈകിട്ട് 5:30 വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്നും ഭക്തിനിർഭരമായ ഘോഷയാത്ര ആരംഭിച്ച് പഴയ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് സന്ധ്യാ നമസ്കാരം, ധൂപപ്രാർത്ഥന, അനുസ്മരണ സമ്മേളനം, ആശീർവാദം, ഭക്ഷണ വിതരണവും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, കൈമുത്ത്, നേർച്ച തുടങ്ങിയവ ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈസ്ഥാനി സി ഷെറിൻ പോൾ, സെക്രട്ടറി ലിജോ, ജനറൽ കൺവീനർ ഷെബിൻ ചെറുവത്തൂർ, ജോയിന്റ് കൺവീനർ KC കുര്യാക്കോസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. കേച്ചേരിയുടെ ഹൃദയഭാഗത്ത് വിശാല പാർക്കിംഗ് സൗകര്യത്തോടെ അത്യാധുനിക രീതിയിൽ മനോഹരമായി നിർമ്മിക്കപ്പെട്ട മബാ ഉൽ ഹുദ ഗ്രാൻഡ് മസ്ജിദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് RV മുഹമ്മദ് ഹാജി, RK അബ്ദുറഹ്മാൻ ഹാജി എന്നിവരുടെ ഖബർ സിയാറത്തോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. പൗരപ്രമുഖർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ സംബന്ധിക്കും. മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷം കാന്തപുരം ഉസ്താദ് ഗ്രാൻഡ് മസ്ജിദിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കാന്തപുരം ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തും. സമസ്ത മുശാഫർ അംഗങ്ങൾ, മതനേതാക്കൾ, രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ചെയർമാൻ ഉസ്മാൻ സഖാഫി തിരുവത്ര, കൺവീനർ RV ഇസ്മയിൽ ഹാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രത്യേകിച്ച് കേച്ചേരിയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ജനങ്ങളും മറ്റ് കടകളൊക്കെ. അതിൻ്റെ പേരിൽ ഒന്നുകൂടെ വിശാലമായ സംവിധാനത്തോടുകൂടെ, പാർക്കിംഗ് സംവിധാനത്തോടുകൂടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വിശാലമായ ഒരു പള്ളി സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം നാളെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം ചെയ്യുകയാണ്. ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിൽ തോമസ് ലീഹായുടെയും സെബസ്തിനോസിന്റെയും 95ാമത് സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഈസ്റ്റർ ദിനത്തിൽ പാതിരാ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഡേവിസ് പനംകുളം കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ജനറൽ കൺവീനർ റോബിൻ വാഴപ്പിള്ളി, കൈക്കാരന്മാരായ യേശുദാസ്, സിജോ, ജോയ് മാസ്റ്റർ, AN ജോർജ്, മറ്റ് കൺവീനർമാരും സംബന്ധിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും ചടങ്ങിൽ നടന്നു. വെള്ളിയാഴ്ച കൂടുതുറക്കൽ ശുശ്രൂഷയോടെ തുടങ്ങുന്ന ചടങ്ങിൽ ഗാനമേള, മെഗാ ബാൻഡ്, ഞായറാഴ്ച തിരുനാൾ പ്രദക്ഷിണം, KCYM സംഘടനയുടെ നേതൃത്വത്തിൽ തേര് ഘോഷയാത്ര, വർണ്ണമഴ എന്നിവയും, മെയ് 4 ഞായറാഴ്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടകവും ഉണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രമോ ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെ 72ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. കൊച്ചുകുട്ടികളടക്കം ഈ രാസലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം അതിനെ സൗകര്യപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓരോ കുട്ടിയുടെയും ആവശ്യത്തിനനുസരിച്ചല്ല, അതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ ചോദിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന രക്ഷകർത്താക്കൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ദുരന്തം എന്താണ് എന്ന് നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കും. എന്തെല്ലാമാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കില്ല. വലിയ രീതിയിലുള്ള ദുരന്തം നമ്മുടെ സമൂഹത്തെ ബാധിച്ചു. അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും സഹോദരനെയും സഹോദരിയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷത വഹിച്ചു. വിവിധ പുരസ്കാരങ്ങൾ നേടിയ കലാനിലയം ഗോപി, കലാമണ്ഡലം സംഗീത പ്രസാദ്, നെല്ലുവായ് മുരളി, നന്ദകുമാർ നെല്ലുവായ്, KNP നമ്പീശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, എഴുത്തുകാരൻ PL ജോമി, ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, പ്രസിഡന്റ് NB ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, സുമന സുഗതൻ, NP അജയൻ, വായനശാല ഭാരവാഹികളായ അജു നെല്ലുവായ്, S കണ്ണൻ, PC അബാൽമണി,
KN ഉണ്ണികൃഷ്ണൻ, പ്രദീപ് നമ്പീശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം ചെറുവത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വിപുലമായി ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് 6:30 പ്രാദേശിക പൂരാഘോഷങ്ങൾ ആരംഭിച്ചു. 7 മണിയോടെ 7 പ്രാദേശിക കമ്മിറ്റികളുടെ പൂരാഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി. രാത്രി 9 പ്രശസ്ത വാദ്യകലാകാരൻ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ പാണ്ടിമേളം അരങ്ങേറി. തലയെടുപ്പുള്ള 7 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വർണ്ണക്കാവടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. കടവല്ലൂർ പഞ്ചായത്തിൽ അവധിക്കാല യോഗ പരിശീലനത്തിന് തുടക്കമായി. പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും ചേർന്ന് നടത്തുന്ന യോഗ പരിശീലനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വട്ടമാവ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ MK രാജേഷ്, യോഗ ഇൻസ്ട്രക്ടർ രേഷ്മ എന്നിവർ സംസാരിച്ചു. ലഹരിയെ പ്രതിരോധിക്കാൻ യോഗ എന്ന വിഷയത്തിൽ വെൽനസ് സെന്റർ CHO ഡോക്ടർ TS മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച രാത്രി 11:30 തിരുകർമ്മങ്ങൾ നടന്നു. ശേഷം CLC സംഘടനയുടെ നേതൃത്വത്തിൽ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരം നടന്നു. തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാന, വചന സന്ദേശം എന്നിവയുമുണ്ടായി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ നോമ്പുവീടൽ ചടങ്ങ് നടന്നു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി, കൈക്കാരന്മാരായ AM തോമസ്, CL ജോസ്മോൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നാട്ടുവെളിച്ചം ചാരിറ്റബിൾ ട്രസ്റ്റ് വിഷു ഈസ്റ്റർ ആഘോഷം നടത്തി. നാട്ടുവെളിച്ചം പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്രയുടെ അധ്യക്ഷതയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ KB മുഖ്യാതിഥിയായി. ജീവകാരുണ്യ പ്രവർത്തകൻ ജിമ്മി കുരുവിള വിഷു ഈസ്റ്റർ സന്ദേശവും കുന്നംകുളം YWCA പ്രസിഡന്റ് പ്രിയ ജിന്നി സ്നേഹ സന്ദേശവും നൽകി. പ്രമുഖ നാടക നടനായ സുബ്രഹ്മണ്യൻ കാർത്തുള്ളിയെ ചടങ്ങിൽ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ വിശ്വനാഥൻ ചുള്ളിയിൽ, നാട്ടുവെളിച്ചം വനിതാ വിംഗ് രക്ഷാധികാരി സത്യഭാമ വിശ്വനാഥൻ, മുൻ വാർഡ് കൌൺസിലർ VG അനിൽ, വിധവാ സംഘം കുന്നംകുളം മേഖലാ പ്രസിഡന്റ് കുമാരി, ചുവന്നൂർ വനിതാ വിംഗ് പ്രസിഡന്റ് കാർത്തിയായനി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷീല സത്യൻ, സെക്രട്ടറി പുഷ്പ മാധവൻ, നാട്ടുവെളിച്ചം ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ കുന്നത്ത്, സംഗീത അധ്യാപകൻ ഷാജി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. നാട്ടുവെളിച്ചം സെക്രട്ടറി സുനിത ഷൈജൻ സ്വാഗതവും ട്രഷറർ സജീവൻ മനയിൽ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാഹോദര്യ രാഷ്ട്രീയ സന്ദേശവുമായി വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് നയിക്കുന്ന സാഹോദര്യ പദയാത്രയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. രാവിലെ 7:30 പെരുമ്പിലാവ് വെൽഫെയർ പോയിന്റിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് വിവിധ വാർഡുകളിൽ പര്യടനം നടത്തി വൈകിട്ട് 6:00 പെരുമ്പിലാവ് സെന്ററിൽ സമാപിക്കും. യാത്രയുടെ ഭാഗമായി വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളും പൌരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച, ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം, കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയ സംഘടിപ്പിക്കുമെന്ന് സെക്രട്ടറി മുജീബ് പട്ടേൽ പറഞ്ഞു. വിവിധ പ്രദേശങ്ങളിൽ ഗൃഹസമ്പർക്ക പരിപാടികളും നടത്തും. സാഹോദര്യ പദയാത്രയുടെ ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം സുലൈഖ അസീസ് നിർവഹിക്കും. സമാപന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്യും. ജാഥ മാനേജർമാരായി നാസർ വില്ലന്നൂർ, നിഷാദ് ആൽത്തറ എന്നിവർ നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചരമം കോട്ടപ്പടി പിള്ളക്കാട് ചെറവല്ലൂർ മന രവീന്ദ്രൻ നമ്പൂതിരി നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സുരേഷ് മകനാണ്. കുന്നംകുളം തെക്കേപ്പുറത്ത് മൂത്താളി വീട്ടിൽ മോഹനൻ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാരദയാണ് ഭാര്യ. മിഥുൻ, സന്തോഷ് എന്നിവർ മക്കളാണ്. പുനേർകുളം ചമ്മന്നൂർ സ്കൂൾ റോഡിൽ താമസിക്കുന്ന പരേതനായ അപ്പുക്കുട്ടൻ മകൾ നാരായണി നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയം വൈദ്യുത ശ്മശാനത്തിൽ നടന്നു. വേലായുധൻ സഹോദരനാണ്. എരുമപ്പെട്ടി ശങ്കരൻകാവ് കിഴക്കുംകര വീട്ടിൽ ലക്ഷ്മിയമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടക്കും. ശിവശങ്കരൻ നായർ മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധ ജീവിതത്തിന്റെ ആത്മീയ വെളിച്ചം ബാക്കി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ഓർമ്മയാകുന്നത് മാനവികതയുടെ വലിയ മാതൃക തീർത്ത സഭയ്ക്ക് അകത്തും പുറത്തും നവീകരണത്തിന്റെ പുതുപാത തുറന്ന വലിയ ഇടയൻ.
ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേനടയിൽ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും ക്ഷേത്രത്തിലെത്തിയ സംഘത്തിലെ 2 പേരും ഉൾപ്പെട്ട കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കല്യാണ മണ്ഡപത്തിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. 2 പേർ സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ദേവസ്വം. സംഭവം പോലീസ് അന്വേഷിക്കും. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ലഹരിക്കടിമപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഭവത്തിൽ 3 പേർക്ക് പരിക്ക്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. വയലിൻ തന്ത്രികളിൽ സംഗീത പെരുമഴ പെയ്യിക്കുന്ന കൗമാര കലാപ്രതിഭ ഗംഗാ ശശീന്ദ്രന്റെ വയലിൻ ഫ്യൂഷൻ ചൊവ്വാഴ്ച. ജീവിതമാണ് ലഹരി, സ്നേഹമാണ് പരിഹാരം എന്ന സന്ദേശവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി CCTVയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മഹാകുടുംബസംഗമത്തിനായി ഒരുക്കം പൂർത്തിയായി. സംഗീത വിരുന്ന് CCTVയിലൂടെയും ജില്ലാ വ്യാപകമായി TCV ഉത്സവ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.